ദേവികുളം താലൂക്കിലെ ലൈഫ് ഭവന പദ്ധതി താളം തെറ്റുന്നതായി പരാതി. അർഹരായവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടും ഇതുവരെ ഭവന പദ്ധതിയുടെ പ്രയോജനം പലർക്കും ലഭിച്ചിട്ടില്ല. മഴക്കാലം എത്തുന്നതോടെ സുരക്ഷിതമല്ലാത്ത ഷെഡുകളിലാണ് പലരും അന്തിയുറങ്ങുന്നത്. പദ്ധതിയുടെ ഗുണം അർഹരായവർക്ക് ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യത്തിലാണ് ശക്തമാവുന്നത്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും പിന്നാക്ക മേഖലയായ ദേവികുളം താലൂക്കിലാണ് ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വ്യാപക പരാതി ഉയരുന്നത്. ആദിവാസികളും തോട്ടം തൊഴിലാളികളുമടക്കം നിർധനരായ കുടുംബങ്ങളാണ് ദേവികുളം താലൂക്കിലുള്ളത്. എന്നാൽ പല കുടുംബങ്ങൾക്കും സുരക്ഷിതമായ ഭവനമില്ലാത്ത സാഹചര്യമാണ്. ഭവനരഹിതർക്കായി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെ പ്രയോജനവും താലൂക്കിലെ വിവിധ പഞ്ചായത്തിലെ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് പരാതി. പല കുടുംബങ്ങളും പ്ലാസ്റ്റിക് പായ വലിച്ചുകെട്ടിയ താൽക്കാലിക ഷെഡുകളിലാണ് കഴിയുന്നത്. മഴക്കാലം എത്തുന്നതോടെ ഇത്തരം വീടുകളിൽ കഴിയുന്നവർ ആശങ്കയിലുമാണ്. ലൈഫ് പദ്ധതിയുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടും തുടർ നടപടികൾ വൈകുകയാണ്. പദ്ധതിയുടെ പ്രയോജനം അർഹരായവർക്ക് ലഭ്യമാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് CPI അടിമാലി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KB ജോൺസൺ ആവശ്യപ്പെട്ടു. എനിക്കറിയാവുന്ന എന്റെ പഞ്ചായത്തിൽ തന്നെ 600-ലധികം വരുന്ന ഗുണഭോക്താക്കളെ ലിസ്റ്റ് എല്ലാ പരിശോധനകളും കഴിഞ്ഞ് വീടിനായിട്ട് കാത്തിരിക്കുന്നു. ഒന്ന് തലചായ്ക്കാനുള്ള ഒരു ഭവനമെന്ന സ്വപ്നത്തിൻ്റെ മേൽ വലിയ തോതിലുള്ള പ്രയാസങ്ങളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കണമെന്നുള്ളത് വലിയ ആവശ്യമായിട്ട് ജനകീയ ആവശ്യമായിട്ട് ഉയർന്നു വരികയാണ്. ആകപ്പാടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അവർക്ക് കൊടുക്കുന്ന ഈ 4 ലക്ഷം രൂപ അത് എത്രയും പെട്ടെന്ന് മുഴുവൻ ആളുകൾക്കും അനുവദിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അന്തിമ ലിസ്റ്റായി 2 വർഷം കഴിഞ്ഞിട്ടും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാത്ത അവസ്ഥയാണ് ഗുണഭോക്താക്കൾക്ക്. കാലവർഷം എത്തുന്നതോടെ എവിടെ താമസിക്കുമെന്ന ആശങ്കയിലാണ് ഭവനരഹിതരായ ജനങ്ങൾ. ഇത് പരിഹരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സർക്കാരിന്റെയും ഇടപെടൽ ഉറപ്പാക്കണം. സാധന സാമഗ്രികളുടെ വില വർദ്ധിച്ചതോടെ പദ്ധതിയുടെ തുക സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയർന്നിരുന്നു. തങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള തുക കൈമാറാൻ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ തയ്യാറാകണം എന്നതാണ് ഗുണഭോക്താക്കളുടെ അഭ്യർത്ഥന. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.